കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ കഴിഞ്ഞ 5 വർഷങ്ങൾ ചർച്ചയാണ്. അപ്പൊ ഏത് മേഖലയാണത്? ത്രിതല പഞ്ചായത്ത്. അപ്പൊ കഴിഞ്ഞ 5 വർഷം ഭരണരംഗത്തുണ്ടായിരുന്ന വനിതകളുടെ ഒരു എക്സ്പീരിയൻസ്. കാരണം നമ്മൾ ഈ വീട്ടമ്മമാർ അല്ലെങ്കിൽ കുടുംബിനികൾ, കുടുംബം നോക്കുന്നവർ എന്നതായിരുന്നു സ്ത്രീകളെ കുറിച്ചുള്ള ഒരു കാലത്തുള്ള കാഴ്ചപ്പാട്. പക്ഷെ കാലം മാറിയപ്പോൾ അവരൊക്കെ ഇപ്പോൾ പൊതുസമൂഹത്തിലുണ്ട്. പുരുഷനൊപ്പം അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് പല രംഗത്തും നമ്മൾ കാണുന്നത്. അപ്പോൾ ഭരണരംഗത്ത് അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ജീവിതാനുഭവം പങ്കുവെക്കുകയാണ് നേർരേഖയിൽ ഈ എപ്പിസോഡ്. തലശ്ശേരി നഗരസഭ ചെയർമാൻ ജമുന റാണി ടീച്ചർ, അതുപോലെ തന്നെ തൃപ്രങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സക്കീന തെക്കേ, കൂത്തുപറമ്പ് നഗരസഭയിൽ നിന്ന് കൗൺസിലർ സുഷിന മാർവണി, 3 പേരാണ് ഇന്നത്തെ ഈ നേർരേഖയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഇവരോട് കഴിഞ്ഞ 5 വർഷത്തെ ഇവരുടെ സേവനവും ഇവർ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും സന്തോഷങ്ങളും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പ്രേക്ഷകർക്കും ഒപ്പം നിങ്ങൾ 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ടീച്ചർ നിന്ന് തുടങ്ങാം അല്ലേ? കാരണം കേരളത്തില് തലശ്ശേരി എന്ന് പറഞ്ഞാൽ ചരിത്രമുറങ്ങുന്ന ഒരു പത്രമാണ്. നീതിന്യായ വ്യവസ്ഥയ്ക്ക് തുറക്കം കുറച്ച് സ്ഥലം, ക്രിക്കറ്റിന്റെ ഈറ്റില്ല, കേക്കിന്റെ ഈറ്റില്ല, പിന്നെ സർക്കസിന്റെ ഈറ്റില്ല. ഒത്തിരി ജസ്റ്റിസ് വി ആർ കൃഷ്ണയെ പോലുള്ള ആളുകൾ ജീവിച്ചുകൊണ്ട് സഞ്ജയൻ, അങ്ങനെ പറയുകയാണ്. ഒത്തിരി പ്രൗഢഗംഭീരമായ ചരിത്രമുറങ്ങ ഒരു പട്ടണത്തിന്റെ ചെയർമാൻ പദവിയിലാണ് താങ്കൾ കഴിഞ്ഞ 5 വർഷം വരുന്നത്. ആ പദവിയിലേക്ക് താങ്കൾ എത്തുന്ന, താങ്കളെ ആ വിവരം, നിങ്ങൾ ഇനി തലശ്ശേരി നഗരസഭ ചെയർമാനാണെന്ന് താങ്കൾ അറിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മാനസിക വ്യവഹാരം എന്തായിരുന്നു? ഒരു ചിന്ത എന്തായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ദീർഘകാലം ഒരു അധ്യാപികയായിട്ട് വർക്ക് ചെയ്ത് ഒരു റിട്ടയർമെന്റിന്റെ ഒരു അലസത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നിരുന്നത്. അപ്പോഴേ ബന്ധപ്പെട്ടപ്പോ അതിനു മുമ്പ് ഒരു പ്രാവശ്യം 2010-15 കാലഘട്ടങ്ങളിൽ കൗൺസിലറായിട്ട് സേവനം അനുഷ്ഠിച്ചതിന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് മനസ്സിലുണ്ട്. പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂൾ അധ്യാപിക എന്നുള്ളതും ഈ ചെയർമാൻ സ്ഥാനം എന്നുള്ളതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് സാമ്യം. ഒരു സ്കൂൾ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് നമുക്ക് രക്ഷിതാക്കളോടും കുട്ടികളോടും ആ പ്രദേശത്തോടും ഒക്കെ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു സ്വകാര്യ എന്താണ് അഭിമാനമാണ്, അതെ, എല്ലാ അർത്ഥത്തിലും. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡിൽ നിന്ന് തീർത്തും അത് മാറി വളരെ കമ്മിറ്റഡ് ആയ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തലശ്ശേരി എന്ന് പറയുമ്പോഴേ ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് നഗരസഭകളെ അപേക്ഷിച്ച് നമ്മൾ ഇന്ന് ആളുകൾ എന്ന് പറയുന്നത് കുറേ പൂർവ്വ പിതാമഹന്മാര്, അതായത് ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകൾ, അത്തരക്കാരുടെ ഒരു വികാര രംഗമായിരുന്ന തലശ്ശേരിയിൽ അതെങ്ങനെയായിരിക്കും? മുൻ എക്സ്പീരിയൻസ് ആകെ ഒരു കൗൺസിലറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ വന്നപ്പോ എന്താവും എന്നുള്ള, പിന്നെ നമുക്കൊരു ഏതിന്റെയും ഒരു അവസാനം ഉണ്ടല്ലോ, ഏറ്റെടുത്താൽ അത് പിന്നെ പൂർത്തിയാക്കുക എന്നുള്ള ഒരു ചിന്താഗതിയും ഒരു മാനസികാവസ്ഥയുള്ള ഒരാളാണ് ഞാൻ. ചെയർമാൻ ആകുന്നു എന്ന് പറഞ്ഞപ്പോ അന്നത്തെ രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ശരിക്കും സത്യമായിട്ട് പറഞ്ഞു. കാരണം ഈ ഒന്ന് തലശ്ശേരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുന്ന ഈ തലശ്ശേരി പോലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം, വല്ലാതെ രാഷ്ട്രീയ, എല്ലാത്തിനും രാഷ്ട്രീയമുള്ള ഒരു നാടാണ്. പ്രത്യേകിച്ച് മലബാർ അങ്ങനെയാണ്. അവിടെയാണ് താങ്കൾ വരുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, AN ഷംസീർ തുടങ്ങിയ പ്രഗത്ഭരാണ്. ഷംസീർ അതിനുശേഷമാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് വളർന്നു വന്നതാണ്. പക്ഷെ കോടിയേരി പിണറായി താങ്കളുള്ളപ്പോ അവരുടെ 2 പേരുടെ കണ്ണ് പതിയുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നി ഇത് ഒരു കുരിശായി മാറുമെന്ന് തോന്നിയിരുന്നു. കുരിശായി മാറുമെന്ന് തോന്നിയിരുന്നില്ല. അപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ സാർ എന്ന് പറയുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമ്മുടെ ഒരു ബന്ധപ്പെട്ട കുടുംബത്തിലുള്ള അയൽവാസിയാണ്. ഞങ്ങൾ ബന്ധത്തിൽപ്പെട്ട ഒരാളുകളോട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് പേടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ചെറിയ പേടിയില്ല. സത്യത്തിൽ ഉറങ്ങാൻ പറ്റും. കാരണം ഒരു ടീച്ചർ, കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു 10-52 പേരുടെ കൂടെയുള്ള ഒരാളാണ്. ഈ 52 പേരെ നയിക്കുന്ന ഒരാളായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു അവസ്ഥയില്ല. ആ ഉറക്കം നഷ്ടപ്പെട്ടോ ശരിക്കും അർദ്ധരാത്രി?
അന്ന് രാത്രി ഉറക്കം നഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒരു മനസ്സിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സങ്കീർണതകൾ ഉണ്ടായിരുന്നു. നേരത്തെ ചെയർമാനെല്ലാം നേരിൽ കണ്ടതാണല്ലോ. അപ്പൊ എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഇത് എത്രത്തോളം നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു ആവലാതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഉറങ്ങുന്നതിന് കുഴപ്പമില്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങി. പക്ഷെ ശേഷമാണ് അന്ന് അത്ര വലിയ പ്രാധാന്യം അങ്ങനെയല്ല. അതിന് കാടിന് നമ്മൾ ഉൾക്കൊണ്ടില്ല. ശരിയൊരു ചെയർമാൻ ആവാം എന്നുള്ള നിലയിൽ. പക്ഷെ ഇതിലേക്ക് അപ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ തലശ്ശേരിക്ക് ഒരു ഗുണമുണ്ട്, മറ്റെവിടെയും ഞാൻ കാണാത്തത് തന്നെ. എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, തലശ്ശേരിയിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹമുള്ള ആളുകളാണ്. എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയി കഴിഞ്ഞാലും അവർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമ്മളെങ്ങനെയാണോ അവരോട് പെരുമാറുന്നത് അതിനനുസരിച്ചുള്ള ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മാനസിക സംഘർഷം ഇല്ലെങ്കിൽ കൂടി ഭരണപരമായ ഒരുപാട് കാര്യങ്ങളിൽ, അതായത് നമുക്കറിയാം കഴിഞ്ഞ 2 ടേമിലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളോടൊപ്പം തന്നെ നഗരസഭയെ എത്തിക്കാൻ വേണ്ടി ഒരു ഓട്ടം ഉണ്ടായിരുന്നു. ശരി, നമുക്ക് തിരിച്ചു വരാം. നമുക്ക് സക്കീനയിലേക്ക് ഒന്ന് പോകാം. തൃപ്രങ്ങോട്ടൂർ എന്ന് പറയാൻ തന്നെ വലിയ പണിയാണ് അല്ലെ? ആ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനൂരിന്റെ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് അല്ലെ? അവിടെ പ്രധാനപ്പെട്ട നഗരം എന്ന് പറഞ്ഞാൽ കടവത്തൂരാണ്. കല്ലിക്കട്ട് 2 നഗരങ്ങളാണ് അല്ലെ? എങ്ങനെയായിരുന്നു സക്കീന, ഏത് മേഖലയിൽ നിന്നാണ് ഈ പൊതുരംഗത്തേക്ക് വരുന്നത്? ശരിക്കും ഞാന് ആശാ വർക്കറായിരുന്നു, പിന്നെ ഒരു മദ്രസ അധ്യാപിക കൂടിയായിരുന്നു. അങ്ങനെയാണ് 2010 മത്സരിക്കണമെന്ന് എന്റെ വാർഡിലുള്ള ആൾക്കാർ ആവശ്യപ്പെടുന്നത്. അപ്പോഴ് പിന്നെ ഇങ്ങനെ വാർഡിന്റെ പേരേതാണ്? എരഞ്ഞിങ്കിൽ വാർഡ്. എരഞ്ഞിൻ കീഴ് വാർഡ് കൊട്ടക്കണ്ടി തന്നെയാണ്. ആ വാർഡ് ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ കൊയിലാത്തുള്ള തൊട്ടടുത്ത വാർഡ്, പിന്നെ പി കെയുടെ തൊട്ടടുത്ത വാർഡ്. അങ്ങനെ പി കെ വിളിച്ചു പറഞ്ഞു നീ മത്സരിക്കണമെന്ന്. അങ്ങനെ 2010 മത്സരിച്ചു. തുടർച്ചയായി 3 തവണ മത്സരിച്ചു. ഒരു പ്രാവശ്യം പി കെയുടെ വാർഡിലാണ് മത്സരിച്ചത്. 15 എല്ലാ തവണ ജയിച്ചു. 3 തവണ ജനപ്രതിനിധി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, വൈസ് പ്രസിഡന്റ്, ലാസ്റ്റ് പ്രസിഡന്റ്. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പ്രസിഡന്റ് സ്ഥാനത്ത് വരുമ്പോ ഞാൻ ലാസ്റ്റ് 1.5 വർഷമാണ് പ്രസിഡന്റ് ആവുന്നത്. ഒരു യൂണിയൻ ധാരണ പ്രകാരം ആയതാണ്. അങ്ങനെ ഞാൻ പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഞങ്ങളെ പഞ്ചായത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുന്ന സമയത്താണ് ഞാൻ പ്രസിഡന്റ് ജലജീവ മിഷൻ പദ്ധതിയെ ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു അവസരം, പിന്നെ അതേപോലെ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത കുറച്ച് പ്രയാസങ്ങള്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു പ്രസിഡന്റ് ആകുന്നത്. അത് കുറച്ചൊക്കെ തരണം ചെയ്തു പോകാൻ, പിന്നെ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ തരണം ചെയ്തു പോകണം. കൗൺസിലർ പദവിയിലേക്ക് ആദ്യം എത്തുമ്പോൾ ഒരു ഫീൽ, ഫസ്റ്റ് കൗൺസിലറായിട്ട് മത്സരിക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? അന്നേരം ഏതൊക്കെ പോസ്റ്റിൽ ഉള്ളപ്പോഴാണ് ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക്? അന്നും അധ്യാപികയായിരുന്നു? അന്ന് മദ്രസ അധ്യാപികയായിരുന്നു, പിന്നെ ആശാ വർക്കറായിരുന്നു. ആ വാർഡിൽ ആശാ വർക്കറായിരുന്നു. അപ്പോഴാണ് മത്സരിക്കുന്നത്. പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ട്രഷറർ സ്ഥാനം വഹിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നു അല്ലെ? നമുക്ക് തിരിച്ചു വരാം. നമുക്ക് സുഷിനോടൊന്ന് ചോദിക്കാം. കൂത്തുപറമ്പ് ഒരു ചുവന്ന മണ്ണാണ് അല്ലെ? അവിടെ എത്ര BJP എത്ര കൗൺസിലേഴ്സ് ഉണ്ട്? ഒരാളേ ഉള്ളൂ. മൊത്തം കൗൺസിലേഴ്സ് എത്ര പേരാണ്? 28 ഒരാൾ. ആദ്യമായിട്ടാണ് മത്സരരംഗത്ത് വന്നത്. എന്താ അങ്ങനെയാണ് ഈ മത്സരരംഗത്ത്? അതിനു മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നത്? ഞാനൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്തു. കൊറോണയുടെ ഒരു ഇതിലാണല്ലോ നമ്മൾ ആ ഒരു ഇലക്ഷൻ നടക്കുന്നത്. ആ സമയത്ത് വളരെ വളരെ സാധാരണയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. രാഷ്ട്രീയമായിട്ട്, അതായത് ആ പ്രദേശത്തുള്ള ഒരു പൊതു പ്രവർത്തനം എന്നല്ലാതെ പുറത്തോട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനം കോളേജ് കാലഘട്ടത്തിലോ അങ്ങനെയൊന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഉണ്ടായിരുന്ന ആളല്ല. അതെ, കുടുംബ പശ്ചാത്തലം, പശ്ചാത്തലമായതുകൊണ്ടും അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് വന്നത് കൊണ്ടുള്ള അങ്ങനെയാണ് മത്സരരംഗത്തേക്ക് വരുന്നത്. പിന്നെ എൻ്റെ വാർഡിൽ തന്നെ മുരിയാട് 8ാം വാർഡ് തന്നെ ആദ്യമായിട്ടാണ് BJP മത്സരിച്ച് ജയിക്കുന്നത് ആ വാർഡിൽ. അതെ. അപ്പോ നമുക്ക് ആ മുന്നേ മത്സര സമയത്തൊന്നും ഇല്ലാതൊരു ടെൻഷൻ, അതായത് ആദ്യമായി ഒരു നഗരസഭയുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടാം, ഭരണസമിതിയുടെ ഭാഗമായി വരുമ്പോൾ ഒന്നും അറിയാതൊരവസ്ഥയിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. ആ ആശങ്ക ഉണ്ടായിരുന്നു. മത്സരരംഗത്ത് നിൽക്കുമ്പോൾ വിജയിക്കുമെന്ന് തോന്നിയിരുന്നു?
വിജയപ്രതീക്ഷ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ആ സമയത്തൊന്നും ഇല്ലാതൊരു ആശങ്ക നമുക്ക് ഈ ഒരു ഇതിലേക്ക് കടന്നപ്പോൾ ഉണ്ടായി. പിന്നെ കൊറോണയുടെ സമയത്ത് നമുക്ക് പരസ്പരം ആരെയും കാണുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു വർഷം, ആ ഒരു കുറച്ച് സമയം അങ്ങനെ ഉണ്ടായിരുന്നു. സൂമിലൂടെ ആണല്ലോ നമ്മൾ ആ സമയത്ത് കൗൺസിൽ പോലും നടത്തി. പിന്നെ നമ്മള് അതിന്റെ ഒരു ട്രാക്കിൽ വന്നതിന് ശേഷം പിന്നെ കുഴപ്പമൊന്നുമില്ല. വാർഡിന്റെ 8 പേരിൽ ഒരാളാണല്ലോ. അതെ, വേറെ UDF അംഗങ്ങളുണ്ടോ? ഒരാള് UDF കോൺഗ്രസിന്റെ അപ്പം അങ്ങനെ ഒരു കൗൺസിൽ യോഗത്തിൽ ആദ്യ ദിവസത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. നല്ല പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ അറിഞ്ഞിട്ടുള്ള, കൂത്തുപറമ്പിന്റെ ഒരു അവസ്ഥ അറിയാം. അപ്പൊ ആ ഒരു പേടി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇതിനെപ്പറ്റി അറിയില്ല. എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ആദ്യമായിട്ട്, അതായത് CPM-ന്റെ ഭാഗത്തുനിന്നും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നവരും അറിയാത്തവരുണ്ട്. എന്നാൽ നേരത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 1 ടേം 2 ടേം ഒക്കെ ഉണ്ടായിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഭയത്തിനേക്കാൾ നമുക്ക് അത് അറിയാൻ പറ്റില്ലേ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളെ ഇത് അറിയിക്കില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം. ഒറ്റപ്പെടുത്തുമെന്നുള്ള ഒരു ഇല്ലില്ല, ഒറ്റപ്പെടുത്തിയില്ല എന്നല്ല, നമ്മൾ അതിനൊരു അവസരം ഉണ്ടാക്കിയില്ല. വളരെ ശ്രദ്ധിച്ച് നീങ്ങി. ജമുന റാണി ടീച്ചർ, ഈ തലശ്ശേരിയില് ഈ കഴിഞ്ഞ 5 വർഷം നിൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് വരുമ്പോൾ താപ്പാനകൾ ഇരുന്ന കസേരയാണ് ഈ നാരായണൻ, CT ഉമ്മർകുട്ടി ഉൾപ്പെടെയുള്ള KP രവീന്ദ്രൻ, CK രമേശൻ, മുഹമ്മദ് സലീം, ആമിന മാളിയേക്കൽ, PK ആശ, അല്ലേ? ഇങ്ങനെ ഒത്തിരി പേരിരുന്നതാണ്. ഇവരൊക്കെ നഗരത്തിലെ എന്ന് പറഞ്ഞാൽ തലശ്ശേരി നഗരത്തിലെ രാഷ്ട്രീയം കണ്ടു വളർന്നവരാണ്. ശരിയല്ലേ? എല്ലാവരും നഗര കേന്ദ്രീകൃതമായി. നിങ്ങൾ വരുന്നത് ശരിക്കും ഗ്രാമമാണ്, നഗര പ്രദേശം. കോടിയേരി തലശ്ശേരിയോട് ചേർത്തൊരു പ്രദേശമാണ്. ഗ്രാമം നഗരത്തിലേക്ക് ലയിക്കുകയായിരുന്നു. അങ്ങനെയുള്ള നിങ്ങൾ ഈ നഗര പിതാവിന്റെ ചുമതലയിൽ എത്തിയപ്പോൾ ഒന്ന് നഗരസഭ കൊണ്ടു നടക്കാൻ, ഉദ്യോഗസ്ഥരെ കൊണ്ടു നടക്കുക ചെറിയ പണിയാണ്. എന്തായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഒരു സമീപനം? എങ്ങനെ അത് കഴിയും? എളുപ്പമായിരിക്കില്ല. നിങ്ങളിനി എത്ര എളുപ്പമാണെന്ന് പറഞ്ഞാലും ഉദ്യോഗസ്ഥരെ നയിക്കുക എളുപ്പമല്ല. ഉദ്യോഗസ്ഥരുടെ കാര്യമുണ്ട്. ഇപ്പം ഏതൊരു സ്ഥാനത്ത് ഇരിക്കുമ്പോഴും അവിടെയുള്ള മുഴുവൻ ആളുകളും നമ്മുടെ ഏജനുസരിച്ച്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു 5 വർഷക്കാലം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ, ഇതൊരു മേനി പറയലല്ല, നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഒരു തലവേദനയായിട്ട് തോന്നിയിട്ടുണ്ട്? എന്ത് പറഞ്ഞാലും കേൾക്കാൻ തോന്നിയിട്ടുണ്ട്? എപ്പോഴും ഒരു നെഗറ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്? അങ്ങനെ പറയാൻ തോന്നിയിട്ടില്ല. ഒരാളെ തോന്നിയിട്ടില്ല. ഒരാളെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോ ഒരു 5 വർഷം കഴിയുമ്പോ അതൊരു മേനി പറച്ചിലായിട്ട് എടുക്കാനേ പാടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരും ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ എടുത്ത് പെരുമാറുമ്പോ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ നമുക്ക് പരമാവധി തരുന്നത് പോലെ ആയിരിക്കില്ല മറ്റുള്ള ആൾ. അത്തരത്തിലുള്ള ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ട് എന്നത് ഒഴിച്ചാൽ ദിവസമാർക്ക് ഒരു സഹകരണത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷം ഇപ്പൊ ഞാൻ അവിടെ തന്നെ കുറച്ച് മാധ്യമ പ്രവർത്തനം എനിക്കറിയാം, വലിയ ആരോപണങ്ങളൊന്നും ടീച്ചർക്ക് നേരിടേണ്ടിയില്ല. ഒരു പ്രതിഷേധം ഉണ്ടായില്ല. സാധാരണ തലശ്ശേരി നഗരസഭ കൗൺസിലിന്റെ കയ്യേറ്റങ്ങളും വെല്ലുവിളികളും കസേര മറിച്ചിടലും ഒരു പഴയ ചെയർമാനെ സാരി പിടിച്ചു വലിയ സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം വരെ അത് ആശ ചെയർമാനായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഒരു ഇൻസിഡൻസും ഇല്ലാതെ ഈ കൗൺസിൽ കൊണ്ടുപോകാനുള്ള ആ ഒരു തന്ത്രം എന്തായിരുന്നു? എങ്ങനെയാണ് അതിന് സാധിച്ചത്? പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്റെ മുൻ ജീവിതത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷാർപ്പായിട്ടുള്ള പെരുമാറ്റം എവിടെയും പറ്റില്ല. ഒരു എന്താണ് ചെയർപേഴ്സണായി ഇരിക്കുമ്പോ സാധാരണഗതിയിൽ വരുന്ന ആളുകൾ അവരുടെ ഒരു സ്വഭാവം ഒരു ചിലപ്പോൾ പെരുമാറും. കാരണം അവര് വന്ന വഴികൾ അതായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊച്ചുമക്കള് കൂടിയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ വളരെ സ്നേഹമായിട്ട് അവരോട് പെരുമാറും. കൗൺസിലത്തിൽ പറഞ്ഞിട്ടുണ്ട്, ടീച്ചറും കുട്ടികളും ഉണ്ടാവാറുണ്ട്. അതായത് രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ചിലപ്പോൾ. പക്ഷെ ഒരിക്കലും നിങ്ങൾ പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്ന രംഗങ്ങൾ കൗൺസിലേക്ക് വരാത്ത നിങ്ങൾ അടികൂടുന്ന ഉറപ്പുള്ളതായിരുന്നു. ഞാൻ കൗൺസിൽ റിപ്പോർട്ട് ചെയ്യാൻ വരലില്ല. സാധാരണ മുൻകാലത്തൊക്കെ കൗൺസിൽ നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ വരുന്നു. നിങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരു ഏറ്റുമുട്ടലില്ല, അവിടെ വാർത്തയില്ല, അതുകൊണ്ട് അങ്ങോട്ട് വരേണ്ടി വരുന്നില്ല എന്ന വല്ലപ്പോഴേ പത്രമാധ്യമങ്ങൾ വരാറുള്ളതാണ് വേറൊരു സത്യം. അപ്പൊ
നമ്മളെന്താന്ന് വെച്ചാൽ നമ്മളിരിക്കുന്ന ഇടത്ത് അവിടെ രാഷ്ട്രീയ പിന്നെ വ്യത്യാസങ്ങൾ ഇല്ലാതെ തന്നെ നമ്മൾ കിട്ടുന്ന ഫണ്ട് പൂർണ്ണമായിട്ട് 53 നേരത്തെ 52 വാർഡുകളാണ് ഉണ്ടായത്. അവർക്ക് എല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ടവർക്ക്. അതായത് ഇപ്പം പ്രത്യേക പാർട്ടി അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് ഒരു കാര്യം കൊണ്ടുപോയില്ല. അവരെയും കൊണ്ട് നമ്മൾ എന്തെടുത്തു, നമ്മുടെ ഒരു പരിധിക്കുള്ളിൽ തന്നെ നിർത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തതുകൊണ്ട് ഒരു ആരോപണത്തിന് ഇതുവരെ വിജയമായി വേണ്ടി വന്നിട്ടില്ല. പിന്നെ അതാണ് ഒരുപക്ഷെ അതായിരിക്കാം അതിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കാന്ന് ഞാൻ വിചാരിക്കുന്നത്. എത്ര ഇങ്ങോട്ട് മോശമായിട്ട് ചിലപ്പോൾ പറഞ്ഞാൽ 1-2 കൗൺസിലിൽ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ സംസാരം കൊണ്ട് ഇതാണ് പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളിലും മാപ്പ് പറയാനോട് പറഞ്ഞ അനുഭവങ്ങൾ വിഷയത്തിന്. അപ്പൊ ആ തരത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയി. എന്താ അത് സുതാര്യമായി നമുക്ക് തിരിച്ചു വരാം. സക്കീന, ഈ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത ലീഗിനെ നല്ല സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. ലീഗ് എന്ന് പറഞ്ഞ കൂത്തുപറമ്പ് മണ്ഡലം തന്നെ ഈ ലീഗിന്റെ പ്രത്യേകത അവരുടെ ഗ്രൂപ്പ് അതിശക്തമായ മണ്ഡലമാണ്. ഇതിനൊന്നും എന്തില്ല എന്ന് പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ വരുന്നത്. ഗ്രൂപ്പിന് നല്ല വേരോട്ടമുള്ള മുന്നിൽ ഇതെങ്ങനെ ബാലൻസ് ചെയ്തു പോകും ഞാൻ കൂടുതൽ തുറന്നു പറയണ്ട. നിങ്ങൾക്കറിയാം കൂത്തുപറമ്പിലെ രാഷ്ട്രീയം എങ്ങനെ പറഞ്ഞു. നമ്മളെ പിന്നെ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. പിന്നെ അതിൽ രാഷ്ട്രീയം ഒന്നുമില്ല. പക്ഷെ നമ്മളെല്ലാരും ഒരു മാലയിൽക്കോത്ത് മുത്തുപോലെയാണ്. പിന്നെ അതേപോലെ ലീഗ് അങ്ങനെ ഗ്രൂപ്പിസായിട്ടൊന്നും ഉള്ള ആളുകൾ നമ്മളെ ഭരണസമിതിയിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ 2.5 വർഷമായിരുന്നു ആദ്യത്തെ ധാരണ. അല്ല, അത് പിന്നെ ലീഗിന് ഫസ്റ്റത്തെ 1.5 വർഷം, പിന്നെ കോൺഗ്രസിന് 2 വർഷം, പിന്നെ ലാസ്റ്റ് ലീഗിന് 1.5 വർഷം. അങ്ങനെയായിരുന്നു ധാരണ. ലാസ്റ്റ് ഞാൻ വന്നത്. നിങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? എന്റെ ലീഗിന്റെ നസീമ ചാമാളി. അതെന്തുകൊണ്ട് അങ്ങനെ 3 ടേമാക്കി മാറ്റാൻ കാരണം? ഞങ്ങൾ രണ്ടാളും ഒരേ വർഷം 3 ടേമാണ് പിന്നെ മെമ്പർ ആവുന്നത്. അങ്ങനെ അവരെ വാർഡിലെ ആൾക്കാരും അതേപോലെ എന്റെ വാർഡിലെ ആൾക്കാരും പ്രസിഡന്റ് ആവണം എന്നുള്ളൊരു നിർബന്ധം പിടിച്ചത് കൊണ്ട് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെങ്കില് നമ്മള് പിന്നെ 3 തവണ ആയല്ലോ. അതുകൊണ്ട് വാർഡിലെ ആൾക്കാർക്കും ശക്തമായി പ്രസിഡന്റ് ആവണം എന്നാണ് മത്സരിപ്പിച്ചത്. അതുകൊണ്ട് അവർക്കൊരു പിന്നെ ശക്തമായ ഇതുണ്ടായിരുന്നു, പ്രസിഡന്റ് എന്തായാലും ആവണം. എത്ര വാർഡുകളാണ്? 18 വാർഡുകൾ. എത്ര യു ഡി എഫിന്? എത്ര പേരുണ്ടായിരുന്നു? യു ഡി എഫിന് 7 ലീഗിന്റെ മെമ്പറും 2 കോൺഗ്രസിന്റെ 9. പിന്നെ ഒരു യു ഡി എഫിന്റെ തന്നെ ഇതുള്ള ഒരു സ്വതന്ത്രൻ വിമതനായിട്ട് ജയിച്ചാണ്. അത് ലീഗിന്റെ വോട്ടെല്ലാം കിട്ടിയിട്ടാണ് ജയിച്ചത്. യു ഡി എഫിനൊപ്പം നിന്നു. യു ഡി എഫിനൊപ്പം നിന്നു. അപ്പൊ ഏകദേശം ബലാബലമുള്ള ബലാബലമുള്ളൊരു പ്രദേശമാണ്. ആ ബലാബലം എപ്പോഴെങ്കിലും കൗൺസിൽ വന്നിട്ടുണ്ട്? ഇല്ല. കൗൺസിൽ നമ്മൾ ഭരണസമിതി എല്ലാവരും ഒറ്റക്കെട്ടാണ്. അങ്ങനെ പ്രതിപക്ഷം ഭരണപക്ഷം അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നിയമപരമായും അങ്ങനെ പ്രതിപക്ഷ ഭരണപക്ഷം ത്രിതല പഞ്ചായത്തിൽ ഇല്ല. പക്ഷെ എപ്പോഴെങ്കിലും പ്രതിസന്ധി വന്നിട്ടുണ്ട്? ഇല്ല, ഇതുവരെ ഞാൻ 3 ടേം ആയല്ലോ, ഇതുവരെ അങ്ങനെ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഈ സംസാരങ്ങൾ ഉണ്ടാവുന്നില്ല. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. യെസ്. നമുക്ക് സുഷിനോട് ഈ 28 പേർക്ക് ഒരാളാന്ന് പറഞ്ഞല്ലോ. ആദ്യ കൗൺസിൽ യോഗത്തിലേക്ക് ഈ പദ്ധതികളും നിങ്ങളുടെ ആവശ്യങ്ങളോടൊക്കെ ആ കൗൺസിലിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ചേർന്നിരിക്കുന്നവർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. നമ്മുടെ ആവശ്യങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കൗൺസിലിനെ അത് അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക, വാർഡിൻ്റെ ആവശ്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ടേമിലൊക്കെ ഫണ്ടിൻ്റെ ലഭ്യത കുറവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പലതും തീർത്തും ഇല്ല എന്നല്ല, എന്നാൽ പല കാര്യങ്ങളിലും നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, വിവേചനം ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ നേരിട്ടു? ഒറ്റക്കൊരു കൗൺസിലിൽ ഒരു പരിധിയില്ലേ അതിനെതിരെ ശബ്ദിക്കാൻ? നമുക്ക് നമ്മുടെ ശബ്ദം അവിടെ, അതായത് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന വാർഡിലെ ആൾക്കാരുടെ ആവശ്യങ്ങളാണ് നമ്മൾ അവിടെ അറിയിക്കേണ്ടത്. അപ്പൊ അവരുടെ പ്രതിനിധിയായി പോയി നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് എത്രമാത്രം നമുക്ക് ശബ്ദമുയർത്താൻ പറ്റും അത് അത്രമാത്രം തന്നെ ശബ്ദമുയർത്തി സംസാരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ഭരണസമിതിയുടെ അവരുടെ ഒരു ഇതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഏതൊരു പ്രവർത്തനങ്ങളായാലും. പ്രതിസന്ധി എങ്ങനെ അതിജീവിച്ചത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ബഹളം, നിങ്ങൾ പറയുന്ന കാര്യങ്ങള് അവിടെ കേൾക്കുന്നതിന് ചില പരിമിതികളുണ്ട്. കാരണം വളരെ ഒരു ചെറിയ പക്ഷമാണ് നിങ്ങളുടെ. അപ്പൊ അത് പ്രതിഫലിപ്പിക്കാൻ നിങ്ങളെടുത്ത ടെക്നിക്ക് എന്താണ്? ടെക്നിക്ക് എന്നല്ല,
നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കാം അവരെ. പലപ്പോഴും നമുക്കങ്ങനെ ഷൗട്ട് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല നമുക്ക് എതിർപ്പുണ്ടാകുക. അവരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുണ്ടാകുന്നത് അങ്ങനെയല്ല, വളരെ നയപരമായ ഷൗട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, തിരിച്ചുള്ള അവരുടെ മറുപടികൾ വളരെ മയത്തിലായിരിക്കും. അപ്പൊ നമുക്കതില് അതായത് അടുത്ത വർഷത്തെ നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനല്ല. ഇല്ല, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്കത് പറയാമെന്നല്ലാതെ മറ്റ് നമ്മുടെ പേപ്പർ വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതല്ലാതെ നമുക്കൊന്നും വേറെ ശബ്ദം ഉയർത്താം. ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഉണ്ടായിരുന്നു. കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണ കുടുംബത്തില് ചെറുപ്പത്തിലെ രാഷ്ട്രീയം കണ്ടുകൊള്ളുന്ന ഒരു കുടുംബത്തിലാണ്. CPIയുടെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിച്ചപ്പോ അച്ഛന്റെ പേര് കോട്ടനുണ്ട്. എവിടെയാണ് അമ്മ ഹൗസ് വൈഫാണ്. പക്ഷെ അമ്മ ഒരു ടീച്ചറായിരുന്നു. പക്ഷെ ആ ഒരു കാലഘട്ടത്തില് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ആളെ ജോലിക്ക് വിടണ്ട വീട്ടിലുള്ളത് നമ്മളെ 6 കുട്ടികൾ. ഞാൻ തൊട്ട് താഴെയുള്ള ആള് രാമോഹൻ ഹയർ സെക്കൻഡറിയിലെ ടീച്ചറാണ്. അതിന് തൊട്ട് താഴെയുള്ള ആള് ഒരു 20 വർഷത്തോളം ഗൾഫിൽ നിന്നു. പിന്നെ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് പോകുന്നു. അതിനിടെ ആള് മുബാറക് ഹയർ സെക്കൻഡറിയിലെ ടീച്ചറായിരുന്നു. പിന്നെയുള്ള ആള് പരിയാരം മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്തു. ഏറ്റവും ഇടയാൾ നമ്മള് കോടതിയിൽ അല്ല. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് താങ്കൾ തലശ്ശേരിയിലേക്ക് വരുന്നത്. അവിടെ വിവാഹം കഴിച്ചു. ജീവിത പങ്കാളി 2004 ഒരു ഡയബറ്റീസ് പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ ഒരു സഡൻ അറ്റാക്ക് ആയിരുന്നു. 3 കുട്ടികള്. 3 കുട്ടികളിൽ 2 പേര് പെൺകുട്ടികളും ഇളയാള് ആൺകുട്ടിയായിരുന്നു. മൂത്ത കുട്ടി BCom കഴിഞ്ഞപ്പോഴാണ് ഒരു കല്യാണാലോചനയൊക്കെ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ആവശ്യം, തുടർന്ന് പഠിക്കുന്നതിലെ താല്പര്യം ചോദിച്ചപ്പോ ഇല്ല, കല്യാണം കഴിക്കാൻ തുറന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. പൂനെയിലാണ് അയാള്. അവിടെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് MA TTC ആണ്. അപ്പൊ അവരിവിടെ ചെമ്പറയാണ് കല്യാണം കഴിച്ചിട്ടില്ല. ഒരു ഭർത്താവ് ഒരു ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറാണ്, കുവൈറ്റിൽ വർക്ക് ചെയ്യും. മൂന്നാമത്തെ ആള് ഇതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജിയാണ് എടുത്തത്. ഇപ്പം ബാംഗ്ലൂരിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനി. മക്കളെല്ലാം സെറ്റിൽഡ് ആണ്. താങ്കൾ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മക്കൾ സെറ്റിലായോ അതിനുശേഷമാണ് സെറ്റിലായത്? ഇല്ല, 2010 കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. ചെയർമാൻ പദവി എത്തുമ്പോഴത്തേക്ക് എല്ലാവരും അപ്പൊ സ്വന്തം ഗൃഹഭരണം അപ്പൊ ഈ വീട്ടിന്റെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ മാത്രമാണോ വീട്ടിലുള്ളത്? നമ്മള് കുറച്ചു കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യും. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും സമയമില്ല എന്നുള്ള ഒരു ആവലതില്ല. പക്ഷെ ഇത് ചിലപ്പോ തുടർന്ന് 10 മണി വരെ 11 മണി വരെ നീണ്ടുപോകും നമ്മളെ ഇപ്പോഴത്തെ ഒരു ഈ കാര്യങ്ങൾ വെച്ചിട്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഏറ്റവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. സമയമില്ല എന്ന് പറയുന്ന ആളോട് ഞാൻ പറയും രാവിലെ ഒരു 5 മണി എന്ന് പറയുന്ന സമയമുണ്ട്. സമയമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഇതുവരെ ഉണ്ടായില്ല. നിങ്ങളുടെ ജീവിത പശ്ചാത്തലം വളരെ സുതാര്യമാണ്. ഒരു തടസ്സങ്ങളും മുന്നിലില്ല. രാവിലെ എഴുന്നേറ്റ് മക്കളെ കുളിപ്പിക്കേണ്ട, ഡ്രസ് ചെയ്യിക്കേണ്ട. നമുക്ക് ഈ ചോദ്യം തന്നെ സക്കീനോടൊന്ന് ചോദിച്ചു. സക്കീനക്ക് എത്ര മക്കളാണ്? എനിക്ക് 2 മക്കൾ. 2 മക്കള്. ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവ് ഗൾഫിലായിരുന്നു, കോയമ്പത്തൂരാണ്. എന്താ പേര് ഭർത്താവിന്റെ? ഇസ്മായിൽ. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കള് മോളെ കല്യാണം കഴിഞ്ഞ്. മോളെ ഭർത്താവ് ഖത്തർ സ്കൂൾ അധ്യാപകനാണ്. മോള് PG ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷെ ജോലി ഇതുവരെ പ്രവേശിച്ചില്ല. മോന് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ അവിടെ നാട്ടിലെ ഒരു മണി മോളത്തില്ലേ എസ്റ്റേറ്റ് അവിടെ ജോലി ചെയ്യാം. ഇല്ല, മോള് ഖത്തറിലായിരുന്നു. ഇപ്പൊ വീട്ടിന്റെ പണി എടുക്കുന്നത് നാട്ടിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദിവസം ക്രമീകരിക്കുന്നത്? ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഞാന് അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരു ആളാണ്. പണ്ട് ഇപ്പൊ ഒരു അധ്യാപകനാണ്. ഇപ്പൊ അല്ല, വേറെ ഭർത്താവിന് ഇപ്പൊ ഒരു അധ്യാപകനായത് കൊണ്ട് നേരത്തെ എഴുന്നേൽക്കാനൊക്കെ ശീലിപ്പിച്ചത് കൊണ്ട് 4 മണിക്ക് തന്നെ ശരിക്ക് എഴുന്നേൽക്കും. പിന്നെ രാവിലെ വീട്ടിൽ മോനും ഞാൻ മാത്രമേ ഉള്ളൂ. അത്രയും പണിയുള്ളൂ. ഒരു 8:30 മണിയത്തേക്ക് എല്ലാ പണികളും കഴിയും. പിന്നെ ഫ്രീ ആണ്. അങ്ങനെ സമയക്കുറവൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ
സമയം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു തടസ്സം വന്നിട്ടില്ല. തടസ്സം വന്നു വീട്ടിന്റെ കാര്യങ്ങൾ നടത്തുന്നതിന് ഒരു തടസ്സം വന്നിട്ടില്ല. ഇല്ല. സമൂഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് എങ്ങനെയാണ് നമ്മളുള്ള ഒരു പ്രതികരണം? സമൂഹം നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സപ്പോർട്ട്, വാർഡില് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഈ ഇന്നത്തെ കാലത്ത് ഈ എല്ലാ വിഷയങ്ങളും മതം കയറുന്ന ഒരു കാലമാണ് നമ്മുടെ നാട്ടിൽ. അതേക്കുറിച്ചുള്ള ഒരു ചിന്ത എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? ഈ മതം കയറുന്ന ചിന്താഗതി ഉണ്ടെങ്കിലും എന്റെ ഭാഗത്ത് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇല്ലേ, നമ്മുടേതായ ഒരു വിശ്വാസവും കാര്യങ്ങളും അവർക്ക് വേറെ വിശ്വാസം ഉണ്ടെങ്കിൽ അവർ അവരുടേതായ വിശ്വാസം ല്ലാതെ നമുക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഒരു കുടുംബം പറ്റുന്നത്? കുട്ടികൾ 2 പേര്. ഭർത്താവ് നാട്ടിലില്ല, കച്ചവടമാണ്. എവിടെയാണ്? ബാംഗ്ലൂർ. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് 2 എത്രാം ക്ലാസ്സിലേക്കാണ്? ഇപ്പൊ ഒരാള് +1 ആയി, മറ്റേയാള് ഡിഗ്രി 2nd ഇയർ. 5 വർഷം മുമ്പ് ഇവരൊക്കെ ചെറിയ കുട്ടികളാണ്. 10th ആയിരുന്നു മോന് 10th ഒരു ഇതുള്ള സമയത്ത് ആയിരുന്നു നമ്മള്. അപ്പൊ അതിന്റെ ഒരു പക്ഷെ കൊറോണ ആ 9th കൊറോണ വീടുകളിലാണല്ലോ കുട്ടികൾ ആ സമയത്ത് പഠിച്ചുകൊണ്ടിട്ടുണ്ട്. പിന്നെ 10th ഒരു ടെൻഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് ഇതുവരെ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവരെ പഠനത്തിൽ കാര്യങ്ങളിൽ അവർ തന്നെയാണ്. ഇപ്പോൾ മോളാണെങ്കിലും പഠനകാര്യം സ്വന്തം ചെയ്യും. പിന്നെ വീട്ടിലെ മറ്റു കാര്യങ്ങൾ അമ്മ ഹെൽപ്പിനുണ്ടായിരുന്നു. നമ്മൾ ഈ 9 to 5 അല്ലല്ലോ നമ്മളെ ജോലി എന്ന് പറയുന്നത്. ഏത് സമയത്താണ് നമുക്ക് പോകേണ്ടതെന്നോ അങ്ങനെയല്ലല്ലോ നമ്മളെ ഒരു ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീട്ടിലുള്ള ജോലികൾ നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ ഈ ഒരു വാർഡിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോകേണ്ടി വരും. അപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ് അതുകൊണ്ടൊരു വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഫസ്റ്റ് കൗൺസിലറായി വന്നപ്പോൾ ആളുകൾ എന്തൊക്കെ ആവശ്യങ്ങളായിട്ടാണ് നിങ്ങളെ സമീപിക്കുന്നത്? ആളുകൾക്ക് ഇന്നതേ ചോദിക്കാവൂ, ഇന്നതേ പറയാവൂ എന്നൊരു ബോധം ജനത്തിനുണ്ടോ? എന്തൊക്കെ ആവശ്യങ്ങളായിട്ട് വരികയാണ്? നമുക്ക് ഈ ഒരു കൂത്തുപറമ്പ് നഗരസഭ ആണെങ്കിലും നമ്മുടെ ഒരു ഗ്രാമ പശ്ചാത്തലമാണ്. അതായത് ഒരു 80% ആൾക്കാരും സാധാരണക്കാർ തന്നെയാണ്. 80 അല്ലെങ്കിലും ഒരു 50% ആൾക്കാരും സാധാരണക്കാരായ ആൾക്കാരാണ്. അപ്പോൾ അതിലും താഴെയുള്ള, അതായത് വളരെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ ഓരോ വീടുകളിലും കയറുമ്പോഴാണല്ലോ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയാം. ദൂരം നോക്കുന്നവർക്ക് ചിലപ്പോൾ അതൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പം അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു 2-3 വീടുകളിൽ നമ്മൾ 2-3 പ്രാവശ്യം കയറുമ്പോൾ തന്നെ നമുക്ക് അവർ പറയും. ആദ്യം തട്ടിയ ഒരു അനുഭവം പറയാൻ പറ്റും. ഒരുപാട് തീർത്തും ഗ്രാമീണ പ്രദേശമാണ്. ആ പ്രദേശത്ത് നമ്മൾ പുറത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചല്ലോ, പുറത്തു നിന്ന് കാണുന്നതല്ല ഉള്ളിലെ അവസ്ഥ. നമ്മുടെ മനസ്സിലൊരു നൊമ്പരം ഉണ്ടാക്കിയ ഒരു അനുഭവം പറയാൻ പറ്റും. അതെ, നൊമ്പരത്തിന്റെ അല്ല, നമുക്കിപ്പോ ചെയ്തു കൊടുക്കാൻ പറ്റാതെ, അതായത് നിസ്സഹായ അവസ്ഥയിലായി പോയ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വീട് ഇല്ലാതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പല പ്രാവശ്യം അവരുടെ ആവശ്യം അറിയിച്ചു. പക്ഷെ നമുക്കിപ്പോ അറിയാലോ, നമ്മുടെ ഇപ്പം നമ്മളിപ്പോ അവസാനം ഉണ്ടായിട്ടുള്ള ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ആ ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മൾ ശരിക്കും മാനദണ്ഡങ്ങൾ നോക്കുകയാണെങ്കിൽ, ക്രൈറ്റീരിയകൾ വരുമ്പോഴാണ് നമുക്ക് പല അർഹതപ്പെട്ടവരും നമുക്ക് അതിൽ നിന്ന് ഒഴിവായി പോകുന്നൊരവസ്ഥ. ചിലപ്പോൾ അവര് ക്രൈറ്റീരിയ ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഇതിനുള്ളിൽ കയറിയേക്കാം. ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവരെ നമുക്ക് ഈ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ആശ്രയ പദ്ധതി കൊടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു പദ്ധതി ഇപ്പം നിർത്തിവെച്ചിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ ഈ ഒരു അർഹതപ്പെട്ടതിലേക്ക് വരുമായിരുന്നു, ആ പദ്ധതിയിലായിരുന്നു. അപ്പൊ അങ്ങനെ ആ ക്രൈറ്റീരിയകളുടെ ഒരു കാരണം കൊണ്ട് മാത്രം അർഹതപ്പെട്ടവർ നമുക്ക് പുറത്തു നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അതിദരിദ്രർ എന്നല്ല, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ വെച്ചാണെങ്കിൽ ഇപ്പോഴും ഉണ്ട്. അതിദരിദ്രർ അല്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബവും താങ്കളുടെ വാർഡിൽ ഒരിക്കലും വലിയൊരു മുന്നേറ്റമല്ലേ സത്യത്തിൽ? അതെ അതെ, നമ്മൾ അംഗീകരിച്ചു കൊടുത്തില്ലേ പറ്റും. പിന്നെന്താ, വികസന പ്രവർത്തനങ്ങളോടൊന്നും മുഖന്തിരിക്കുന്നില്ല, വികസനത്തിനോടൊന്നും മുഖന്തിരിക്കില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ മാറ്റം വരേണ്ടതാണ്. അതായത് ഈ റൂളുകളിലും ആക്ടുകളിലും ഒക്കെ നമ്മുടെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അതിലൊരു വ്യത്യാസം വരണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പലപ്പോഴും നമ്മുടെ പദ്ധതികൾ ഉണ്ടായി കൊണ്ടുവരുമ്പോൾ നഗരസഭ, അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല, ഉദ്യോഗസ്ഥർക്ക് അതിലൊന്നും ചെയ്യാനില്ല. കാരണം ക്രൈറ്റീരിയകൾ അങ്ങനെയാണ്. അതിന് അനുസരിച്ച് മാത്രമേ അതിന്റെ ഒരു പ്രോസസ്സിൽ മാത്രമേ നമുക്ക് നീങ്ങാൻ പറ്റൂ. അപ്പൊ അതില് ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഉള്ള പല കാര്യങ്ങളും 10 വർഷം 15 വർഷം 20 വർഷം 30 വർഷം 40 വർഷം 50 വർഷം 60 വർഷം 70 വർഷം 80 വർഷം 90 വർഷം 100 വർഷം 150 വർഷം 100 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 വർഷം
തിരുത്തപ്പെടേണ്ടതുണ്ട് അതെ. അല്ലേ? അതെ, തിരുത്തപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ചെറിയ ചെറിയ ഈ ഒരു പിഴവുകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അർഹതപ്പെട്ടവർ പുറത്തു പോകുന്നൊരു അവസ്ഥ ഉണ്ടായി. അതെ, അപ്പൊ നമ്മൾ നിസ്സഹായരാണ്, നമുക്ക് അതൊന്നും ചെയ്യാം. ചില സമയത്ത് അങ്ങനെ അതെ, നിൽക്കേണ്ടി നിൽക്കേണ്ടി വരും. ഈ പ്രാദേശിക സർക്കാരുകളുടെ ഭരണ തലവന്മാരാണ് ഇവരെല്ലാം. ഇവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി വിഭാവനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ? പ്രാദേശിക സർക്കാരുകളുടെ പ്രസക്തി എത്രമാത്രമുണ്ട്? കാരണം നമ്മളെപ്പോഴും പറയും പ്രാദേശിക സർക്കാരുകൾ ഭയങ്കര ശക്തമാണ്, അവരുടെ സ്വന്തം പദ്ധതികൾ എന്തെല്ലാം അവർക്ക് അങ്ങനെ വിഭാവനം ചെയ്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പുരുഷ ആധിപത്യം എപ്പോഴെങ്കിലും ഇവരെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ? ഇനി വരിഞ്ഞു മുറുക്കിയാലും ചിലപ്പോൾ ഇവർ പറയാൻ സാധ്യതയില്ല. എന്നാലും നമുക്കൊന്ന് ചോദിക്കാം. നേർരേഖയിലേക്ക് പ്രേക്ഷകരെ നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ആദ്യത്തെ ചോദ്യം ടീച്ചറോട് തന്നെയാണ്. ടീച്ചറെ, നമ്മൾ ഈ പ്രാദേശിക സർക്കാർ ഭയങ്കര സംഭവമാണ്, സ്വയംഭരണ അവകാശം എന്നൊക്കെ പറയും, പക്ഷെ എന്തെങ്കിലും ഒരു സ്വന്തം പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഏതാണ്? നമ്മളിപ്പോ MG റോഡിന്റെ ഒരു സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ തലശ്ശേരിയിൽ വരുന്ന മുഴുവൻ ആളുകളെ സ്ട്രീറ്റ് ആക്കി മാറ്റാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനത്തോടെ പറയാം ഈ ഒരു അവസരം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ നമ്മള് തലശ്ശേരിയെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അതായത് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. തലശ്ശേരിയിൽ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ നികുതി വരുമാനം ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ നമുക്ക് അവിടെ ഒരു പോകുന്നില്ലാത്തൊരു സ്ഥലമാണ്. അതായത് നമ്മൾ കടൽ, മറ്റൊന്ന് നമ്മുടെ കോട്ട, കോട്ടയുടെ നയം, അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ റെയിൽവേ. അപ്പൊ ഇതിനുള്ളിൽ വെച്ചുകൊണ്ട് തലശ്ശേരി പട്ടണത്തെ നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് ഒരു ബിൽഡിംഗ് എടുത്ത് അതിന്റെ നികുതി വരുമാനം ഇത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ ഈ കൗൺസിലിന്റെ കാലത്ത് ഒരു ബഹുനില കെട്ടിടം, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മഞ്ഞോടിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു റവന്യൂ വരുമാനത്തിന് ഒരു അല്പാശ്വാസം കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ ഒരു കാലത്ത് തനത് പ്രവർത്തനമായിട്ട് ചെയ്യാൻ പറ്റും. എന്തൊരു ചോദ്യം, പലപ്പോഴും ഈ സാമ്പത്തിക പ്രതിസന്ധി ശമ്പളം കൊടുക്കാൻ വരെ അതിനെ എങ്ങനെയാ മറികടക്കുന്നത്? ഇതുവരെ കൃത്യമായ രീതിയിൽ ഇപ്പൊ ഒരുപക്ഷെ ഈ 2021 മുതൽ 2025 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ശരിയായ തോതിൽ റവന്യൂ കാര്യങ്ങളൊന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ് സാധിച്ചത്? ബുദ്ധിമുട്ടാണ്. ശരിക്കും തലശ്ശേരിയെ പോലെയുള്ള ഒരു പട്ടണത്തില് സാധാരണ തനത് ഫണ്ടെന്ന് പറയുന്ന ഒരു സാധനം ശമ്പളം കൊടുക്കാനുള്ള പൈസ നിങ്ങൾ തന്നെ കണ്ടെത്തും. സർക്കാർ തരില്ല. സർക്കാർ തരില്ല, ഒരിക്കലും തരില്ല. ഇല്ല. ചിലപ്പോൾ തരും, ഓരോ കുറച്ചു കാലം കഴിഞ്ഞിട്ട് കുടിശ്ശികയായിട്ടൊക്കെ അടിച്ച് തരുമെങ്കിൽ കൂടിയും അതാത് മാസം തന്നെ 2-ാം തീയതി കഴിഞ്ഞ് 1-2 കഴിഞ്ഞാൽ പിന്നെ ശമ്പളം കൊടുത്തില്ല, ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അത് എങ്ങനെയായാലും നമുക്ക് നല്ല തരത്തിൽ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ജില്ലാ തല അംഗീകാരം വരെ ഈ റവന്യൂ പിന്നെ പിരിച്ചെടുക്കൽ ആ കാര്യം ഭംഗിയായി ചെയ്തതിന് നമുക്ക് അവാർഡ് തന്നെ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സക്കീനയുടെ സ്വന്തം പദ്ധതികൾ ഏതാണ് നമുക്ക് ഏറ്റവും ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു പഞ്ചായത്തിന് സ്വന്തമായി ഹോമിയോ ആശുപത്രി തെരഞ്ഞെടുക്കുന്നത്. അതിന് സ്ഥലമില്ലായിരുന്നു. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു ആശയം പറയപ്പെട്ടു. ഇപ്പൊ ടീച്ചർ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ടീച്ചർ തലശ്ശേരി പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ നഗരം ഒരു പൂങ്കാവനമാക്കണം എന്നൊരാഗ്രഹം പറഞ്ഞത് എന്റെ മനസ്സിലുണ്ട്. ആ ആഗ്രഹം പക്ഷേ 5 വർഷം എടുക്കേണ്ടി വന്നു പൂർത്തിയാകാൻ, പക്ഷെ പൂർത്തിയായി. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നി ഈ ഹോമിയോ ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രി കെട്ടിടം നിർമ്മിക്കൽ സ്വാഭാവിക പ്രക്രിയകളാണ്. അതിനപ്പുറത്തേക്ക് സക്കീന പ്രസിഡന്റ് ആയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പദ്ധതി എന്റെ നാട്ടിൽ ചെയ്യണം എന്ന് തോന്നിയ ഒരു പദ്ധതി പറയുന്നത്. നമ്മുടെ നാട്ടില് ഒരുപാട് ജനകീയ പങ്കാളിത്ത പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാല് നമ്മളെ 2 ടൗണുകള് സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുണ്ട്. അതേപോലെ പിന്നെ ഞങ്ങള് പഞ്ചായത്ത് പദ്ധതിക്ക് പിന്നെ ഒരു വാതക സ്പെഷ്യൽ നമ്മള് ഏറെ കാലത്ത് ആഗ്രഹമായിരുന്നു. എന്നുവെച്ചാല് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഇപ്പം പെരുമാറ്റച്ചട്ടം ഉള്ളത് കൊണ്ട് അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്താൻ സാധിച്ചില്ല. സുഷിനയ്ക്ക് അങ്ങനെ മനസ്സിലായി ഒരു കൗൺസിലറാണ് എന്റെ നാട്ടില്, ഞാൻ കൗൺസിലറായ സ്ഥിതിക്ക് എനിക്ക് എന്തെങ്കിലും പദ്ധതി നടപ്പിലാക്കാം എന്ന് തോന്നുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത് പറയാൻ. ഇവരിപ്പോ പറഞ്ഞതുപോലെ നമുക്ക് ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് നമുക്കത് പറ്റില്ല. അങ്ങനെയല്ല, ഐഡിയാസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ നമുക്കിപ്പോ പറയാന്ന് വെച്ചാൽ കൗൺസിലർ അല്ലെങ്കിലും ജനകീയ പങ്കാളിത്തത്തോടെ പല പണിയും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തൊരു കാര്യം പറയാൻ. അതായത് നമുക്കിപ്പോ വെളിച്ചം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ടത് റോഡുകളും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റും അങ്ങനെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇവര് പറഞ്ഞ നഗരവൽക്കരണം അതൊരു സ്വാഭാവികമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നഗരങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല.
ഇപ്പം നമ്മളത് കണ്ടത് സുൽത്താൻ ബത്തേരിയിലാണ്. അതെ സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് ആ നഗരത്തെ സുന്ദരമാക്കി മാറ്റി. എല്ലാവരും ആ നഗരത്തെ കാണുമ്പോൾ ഇങ്ങനെയും ആക്കാം എന്ന് പറഞ്ഞു. ഇപ്പം പല സ്ഥലത്തും മാറി വന്നു. ആ നഗരം അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്ട് അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റും. സാധാരണ വികസന പ്രവർത്തനങ്ങൾ റൊട്ടീൻ വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ കൗൺസിൽ ഈ പ്രവർത്തനങ്ങൾ ഒരു പുരുഷ മേധാവിത്വം പ്രവർത്തനത്തിനിടയിൽ എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിനോട് സമരം ചെയ്യേണ്ടി വന്നത് എപ്പോഴെങ്കിലും? ഇല്ല. പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സാധാരണ കൗൺസിൽ പ്രവർത്തനങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യങ്ങളുടെ നേരെ മുഖം തിരിക്കുമ്പോഴുണ്ടാകുന്ന, അതിപ്പോ മുഖം തിരിക്കുന്നത് പുരുഷ കൗൺസിലേഴ്സ് ആണെങ്കിൽ അവരുടെ നേരെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ? കൗൺസിൽ യോഗത്തിൽ ഈ ഭൂരിപക്ഷത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കേണ്ടി വന്നു? ഇത്തരം ഈ ഒരു നമ്മുടെ ആവശ്യങ്ങൾ നിരാകരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളല്ലാതെ മറ്റ് ഒറ്റപ്പെട്ടു പോകലുകളൊന്നുമില്ല. എപ്പോഴെങ്കിലും ഈ പണി വേണ്ടെന്ന് തോന്നിക്കും? ഇല്ല. നമ്മുടെ ഈ ഒരു 5 വർഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ മോൾഡ് ചെയ്ത പോലെയാണ്. 2021 നമ്മളെ വരുന്ന അല്ല ഈ 5 വർഷം നമ്മൾ മാറി. 5 വർഷം കഴിഞ്ഞപ്പോ സുഷിനയ്ക്ക് ഉണ്ടായ ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു തോത്, അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? മുന്നേ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു സാധാരണ മറ്റുള്ള ഇത് നമ്മളൊരു സാധാരണ വീട്ടമ്മയായിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ വർക്കിന് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയായിരിക്കുന്ന ഒരാൾ ചെയ്യുന്നത് പോലെ. പക്ഷെ ഇപ്പൊ നമുക്ക് അവരുടെ ആവശ്യങ്ങൾ അറിയണം, അവർക്കത് ചെയ്തു കൊടുക്കണം. അങ്ങനെ അവരോട് ജനങ്ങളോട് കൂടുതൽ അതാണ് അത് പേഴ്സണലി എന്നെയും പേഴ്സണലി കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ്. നമുക്ക് ടീച്ചറെ, അധ്യാപിക, കുട്ടികളും ടീച്ചറും കളിച്ച് നടന്നിടത്തുനിന്നാണ് ഇത്രയും 52 പേരെ നയിച്ചത്. താപ്പാന്മാരാണ് ഉദ്യോഗസ്ഥർ. പല അഴിമതിക്കാരും ആ കൂരക്കുള്ളിലുണ്ട്. അതില്ല എന്ന് ടീച്ചർ എത്ര പറഞ്ഞാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അഴിമതിക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇല്ല എന്നിപ്പോ ടീച്ചർ വളരെ ഒരു സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. അതിന് നമ്മൾ പറയുന്നില്ല. അത് ചില ആളുകളുണ്ടായിരുന്നു, അതായത് ചില സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അഴിമതിയൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള കക്ഷികളെ നിങ്ങളെടുക്ക പേഴ്സണലായിട്ട് എനിക്ക് പറയാറുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. നിങ്ങളടുത്തൊക്കെ പേഴ്സണലായിട്ട് നമ്മൾ പറഞ്ഞ കേസുകളുണ്ടാവും, ടീച്ചറെ ഇങ്ങനെ ആളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കക്ഷികളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് കൃത്യമായ എവിഡൻസ് കിട്ടി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരൊന്നും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണ്. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത് വലിയൊരു പട്ടണമാണ്, ഇവിടെ എന്തോ ഏത് സമയത്തും പിടിവീഴാം എന്നുള്ളത് അവരൊക്കെ മുന്നറിയിപ്പ് കൊടുക്കും. അങ്ങനെ കുറച്ച് ദിവസന്മാരെ വിളിച്ച് മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു പരിധി വരെ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചെയർപേഴ്സന്റെ മുമ്പാകെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് ട്രാൻസ്ഫർ പക്ഷെ ഇവരുടെ ഇല്ലെന്ന് പറയുന്നില്ല. നമ്മൾ കൃത്യമായ എവിഡൻസോട് കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ മുമ്പാകെ റിവീൽ ചെയ്യും, മറ്റാരെയും വിളിക്കാതെ. ഇത്തരത്തിലൊരു സംഭവം നടന്നുണ്ടെന്ന് അവരുടെ സുഖമാണ് മോശം, അപ്പൊ നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം, അങ്ങനെ പാടില്ല, ഏത് സമയത്തും വിജിലൻസിന്റെ ഒരു അന്വേഷണം വരാം എന്ന് അവരെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവര് അടുത്ത 1, 2, 3 മാസങ്ങൾക്കുള്ളിൽ ട്രാൻസ്ഫർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചോദ്യം, ഒരു വനിതാ തലശ്ശേരി നഗരസഭയുടെ ചെയർമാനായിരുന്ന വനിത ഒരു മാധ്യമ പ്രവർത്തകൻ എന്റെ മുന്നിൽ പുരുഷ മേധാവിത്വത്തിന്റെ സമ്മർദ്ദം കൊണ്ട് കരഞ്ഞു പോയൊരു വാർത്തയാണ് ഇപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയിട്ടു ഒരു വർത്തമാനം അവരെ കയ്യിൽ പോയി. ആ സമയം അന്നത്തെ രാഷ്ട്രദീപികയിൽ ഓക്കെയുള്ള വാർത്തയായിരുന്നു. എപ്പോഴെങ്കിലും ഈ നേതാക്കളുടെ ഒരു കടുത്ത സമ്മർദ്ദം നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്? സത്യമായിട്ട് പറയുന്നത് എപ്പോഴെങ്കിലും അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒരാളെ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. പക്ഷെ കാര്യങ്ങൾ നമ്മൾ പറയും, ഇന്നതാണ് കാര്യങ്ങൾ. ചില കാര്യങ്ങൾ നമ്മളിലൂടെ സാധ്യമാവാത്ത ചില വിശദീകരണങ്ങളോ അല്ല അഭിപ്രായ സമന്വയങ്ങളും വേണ്ടതില്ല. അത് അവരുമായിട്ട് ചെയ്യുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇന്ന കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റാത്തത് ഒരു കാര്യത്തിന് നിർബന്ധിച്ചിട്ടില്ല ഇതുവരെ. അത് എനിക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നു. ആരും നിർബന്ധം ഞാൻ ഇന്ന കാര്യങ്ങൾ പറയും, ഇതാണ് ഇതിന്റെ കോൺസിക്വൻസ്, ഇത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ എല്ലാ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി 1.5 കൊല്ലം വരെ എങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി
ഒന്നര കൊല്ലം വരെ ഞങ്ങൾക്ക് കുറച്ച് പരിമിതരായ പ്രൈവറ്റ് സെക്രട്ടറിമാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നത് ചെയ്യാൻ ഉപദേശം തേടും. ഉപദേശം തേടും. ആ. കാരണം 1.5 വർഷം കഴിഞ്ഞപ്പോ സ്വന്തമായിട്ട് തീരുമാനം 2 വർഷം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്തു. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം വരുമ്പോൾ ഇതാണ് ഇതിന്റെ ആഫ്റ്റർ കോൺസിക്വൻസ്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പറയും ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നല്ലാതെ ഒരു വലിയ സമ്മർദ്ദം പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് സമ്മർദ്ദം ഉണ്ടായില്ലേ. ഇനി ഒരു ചോദ്യം. ഇപ്പൊ കഴിഞ്ഞ 5 വർഷം അല്ല AC കാർ, AC ആർട്ടിസ്റ്റ്, പരിചാരകർ, ചായ കടന്നുകള്, PA, കാറ് തുറന്നുവരും. ഇത് ഭയങ്കര സ്നേഹവും പരിചരണവും കമാൻഡിങ് പവറുള്ള ഒരു പോസ്റ്റിലാണ് 5 വർഷം ഉണ്ടായിരുന്നത്. വീട്ടുമുറ്റത്ത് കാറ് വരുന്നു, കൂട്ടി കൊണ്ടുവരുന്നു, ഓഫീസിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ഇതെല്ലാം അനുഭവിച്ച 5 വർഷം ഇപ്പൊ തീരാൻ പോകും. കാറ് നഷ്ടപ്പെടുന്നു, ബെല്ലടിച്ചാൽ ഓടി വരാൻ ആളുകളില്ല. ചെല്ലുന്നിടത്ത് പോകുന്ന സ്ത്രീകളുണ്ട്. ടീച്ചറെ ചായ കുടിക്കും, ടീച്ചറെ ഭക്ഷണം കഴിക്കും. സ്നേഹം കൊണ്ട് വേർത്തു കൂട്ടിക്കുന്ന മനുഷ്യൻ പടി ഇറങ്ങുകയാണ്. ഈ ഇറക്കം നിങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണ്? നിങ്ങൾ അതിനെ എങ്ങനെയാണ് നേരിടുന്നത്? സങ്കടമുണ്ട്? സങ്കടമില്ല, ഒരിക്കലും അങ്ങനെ ഒരു സങ്കടമില്ല. ഇപ്പൊ ഏറ്റവും സങ്കടം തോന്നിയ കാര്യം ഒരു 10-29 വർഷം വർക്ക് സ്കൂളിന്റെ പടി ഇറങ്ങുമ്പോ ജീവിതത്തിൽ വല്ലാത്ത സങ്കടം. പക്ഷെ അന്നും നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മൾ ജോയിനിങ് ഡേറ്റിന് ഒപ്പം തന്നെ റിട്ടയർമെന്റ് ഡേറ്റ് എഴുതും. എല്ലാ ദിവസവും സൈൻ ചെയ്യുമ്പോ അവിടെ ഉണ്ട്, നമ്മുടെ കോളത്തിലുണ്ട്, അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ഓരോ ദിവസവും അതിനോട് നമ്മൾ പൊരുത്തപ്പെട്ട് വരികയാണ്. അപ്പൊ ഏത് സന്ദർഭമായിട്ടും പൊരുത്തപ്പെട്ട് പോകുമെങ്കിൽ ഇന്ന് വരെ പക്ഷെ അന്നൊരു വിഷമം ഉണ്ടായിരുന്നു. അന്ന് നമ്മള് കൂടെയുള്ള അധ്യാപകരും ഏറ്റവും പ്രശ്നമായിട്ട് നമ്മള് വിദ്യാർത്ഥികളെ വിട്ടു വരുമ്പോഴാണ് ആ ഒരു അവസ്ഥയൊക്കെ എടുക്കാൻ കുറച്ച് ദിവസങ്ങളോളം എടുത്തു. മാനസികമായിട്ട് നമ്മൾ അത് അങ്ങനെയല്ല, നമ്മളതിന് ഏതാണോ സന്ദർഭം അതിനനുസരിച്ച് പോകുക എന്നല്ലാതെ നമുക്കിപ്പോ കാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. അത് ആ സമയത്ത് ഇല്ല, വാങ്ങില്ല. ഇനി വാങ്ങണോ? ബസ്സിന് പോകാം, ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാം സാധാരണക്കാരായ ആളുകളാണ്. അപ്പൊ ആ തരത്തില് സാധാരണക്കാരോട് ജീവിക്കുക, നടക്കുക, അത് സമ്മതിക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇല്ല, കാർ വാങ്ങാൻ ഒന്നുകൂടി സാമ്പത്തികമായിട്ട് ഒന്നുകൂടി നമ്മള് പുഷ്ടിപ്പെടേണ്ടത്. കാരണം വാങ്ങും. അയ്യോ, അങ്ങനെ ശ്രമിച്ചിട്ടേ ഇല്ല. ഞാന് തുടർച്ചയായി ഒരു 3 തവണ ജനപ്രതി എന്ന നിലയില് 5 പ്രസിഡന്റുമാരുടെ കൂടെ അതേപോലെ 13 സെക്രട്ടറിമാരുടെ കൂടെ ഒരു ഭരണസമിതിയുള്ള ഒരംഗമാണ്. അതുകൊണ്ട് ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാല് എല്ലാ പാർട്ടി മെമ്പേഴ്സിനെക്കാട്ടും കൂടുതൽ സമയം ചെലവഴിച്ചൊരു മണിക്കൂറിയാണ് പഞ്ചായത്തിന്. രാവിലെ 10 മണിക്ക് വീട്ടിൽ നിറങ്ങും, വൈകുന്നേരം മാത്രം വീട്ടിൽ പ്രയാസം ഇല്ലാത്തത് കൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ നിറങ്ങും, പഞ്ചായത്തിൽ വരും. അങ്ങനെ എല്ലാവരുമായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ടും പഞ്ചായത്ത് ഭരണസമിതിയായിട്ടും ഒക്കെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പോ ഇല്ലാതാവുന്നത് സങ്കടം മാത്രമേ ഉള്ളൂ, അല്ലാതെ വടിയിറങ്ങുന്നതിന് ഒന്നും സങ്കടമില്ല. സമയം തീരുകയാണ്. വനിതാ നേതാക്കള് അവരുടെ മനസ്സ് തുറന്ന് സംസാരിച്ചു. ഇത്ര ശാന്തമായി ഇതിനെ പറയാൻ പക്ക തലത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ വനിതകൾ ഉയർന്നിരിക്കുന്നു. വളരെ ശാന്തമായിട്ട് അവരവരുടെ കഴിഞ്ഞ 5 വർഷത്തെ എക്സ്പീരിയൻസ് പറയുകയാണ്. നമ്മുടെയൊക്കെ ചർച്ചയിൽ ആദ്യകാലത്ത് ഒരു ഈ 33% സംവരണം വന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ജനപ്രതിനിധികളായിട്ട് സംബന്ധിച്ചിട്ടുണ്ട്. അന്നുണ്ടായിരുന്നതിനേക്കാൾ 1000 മടങ്ങ് ആത്മവിശ്വാസത്തിലാണ് ഇന്നത്തെ വനിതാ നേതാക്കൾ നമ്മൾ മനസ്സുറക്കുന്നത്. ഈ എക്സ്പീരിയൻസ് ഇനി മത്സരിക്കുന്ന വനിതകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല സ്ഥലത്തും 50% വരെ വനിതകൾ സാന്നിധ്യം അറിയിക്കുകയാണ്. അവർക്ക് ഒരു അനുഭവമാണ്. ഈ അതിനകത്ത് ജമുന റാണി ടീച്ചർ പറഞ്ഞ രസകരമായ ഒരു പോയിന്റ് ഉണ്ട്. സർവീസിൽ കയറുമ്പോൾ ഓരോ ദിവസവും ഒപ്പിടുമ്പോൾ അവിടെ തന്നെ റിട്ടയർമെന്റ് ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ അധികാരത്തിൽ കയറുമ്പോൾ ഇറങ്ങിയേ പറ്റൂ. കാലാകാലം അവിടെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അധികാരത്തിൽ കയറുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പെരുമാറ്റത്തിൽ ലാളിത്യം തുടരാൻ നമുക്ക് സാധിക്കും. അധികാരം വരുമ്പോൾ അത് തലക്ക് പിടിക്കാതിരിക്കാൻ ഈ ജനപ്രതിനിധിയുടെ വാക്കുകൾ നിങ്ങൾക്ക് കരുത്താകട്ടെ. പ്രേക്ഷകർക്കും ഇതൊരു അനുഭവമാകട്ടെ. പങ്കെടുത്ത 3 പേർക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.